വചനവീഥിയിലൂടെ ഫാദർ JB പുത്തൂർ. വിശുദ്ധ ലൂക്കാ രചിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 12, 41 മുതൽ 48 വരെയുള്ള വാക്യങ്ങൾ. പത്രോസ് ചോദിച്ചു, കർത്താവേ, നീ ഈ ഉപമ പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടിയോ എല്ലാവർക്കും വേണ്ടിയോ? അപ്പോൾ കർത്താവ് പറഞ്ഞു, വീട്ടുജോലിക്കാർക്ക് യഥാസമയം ഭക്ഷണം കൊടുക്കേണ്ടതിന് യജമാനൻ അവരുടെ മേൽ നിയമിക്കുന്ന വിശ്വസ്തനും വിവേകിയുമായ കാര്യസ്ഥൻ ആരാണ്? യജമാനൻ വരുമ്പോൾ ജോലിയിൽ വ്യാപൃതനായി കാണപ്പെടുന്ന ഭൃത്യൻ ഭാഗ്യവാൻ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവൻ തന്റെ സകല സ്വത്തുക്കളുടെയും മേൽ അവനെ നിയമിക്കും. എന്നാൽ ആ ഭൃത്യൻ തന്റെ യജമാനൻ വരാൻ വൈകും എന്ന് ഉള്ളിൽ കരുതി യജമാനന്റെ ദാസന്മാരെയും ദാസിമാരെയും അടിക്കാനും തിന്നുകുടിച്ച് ഉന്മത്തനാകാനും തുടങ്ങിയാൽ പ്രതീക്ഷിക്കാത്ത ദിവസത്തിലും അറിയാത്ത മണിക്കൂറിലും യജമാനൻ വരികയും അവനെ ശിക്ഷിച്ച് അവന്റെ പങ്ക് അവിശ്വാസികളോട് കൂടെ ആക്കുകയും ചെയ്യും. യജമാനന്റെ ഹിതം അറിഞ്ഞിട്ടും അതനുസരിച്ച് പ്രവർത്തിക്കുകയോ അതിന് ഒരുങ്ങുകയോ ചെയ്യാത്ത ഭൃത്യൻ കഠിനമായി പ്രഹരിക്കപ്പെടും. എന്നാൽ അറിയാതെയാണ് ഒരുവൻ ശിക്ഷാർഹമായ തെറ്റു ചെയ്തതെങ്കിൽ അവൻ ലഘുവായേ പ്രഹരിക്കപ്പെടുകയുള്ളൂ. അധികം ലഭിച്ചവനിൽ നിന്ന് അധികം ആവശ്യപ്പെടും, അധികം ഏൽപ്പിക്കപ്പെട്ടവനോട് അധികം ചോദിക്കും. അധികം സ്വീകരിച്ചവരിൽ നിന്ന് അധികം പ്രതീക്ഷിക്കുന്നു. മനുഷ്യൻ ജീവിതത്തിൽ സദാ ജാഗരൂകത പാലിക്കേണ്ടിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം യേശു ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ശിഷ്യപ്രമുഖനായ പത്രോസിന്റെ ഉള്ളിലുണ്ടായ ഒരു സംശയം, ആ സംശയ നിവാരണമെന്ന രീതിയിൽ യേശു നൽകുന്ന ഉത്തരവുമാണ് ഇന്ന് സുവിശേഷത്തിലെ അന്വേഷണം. പത്രോസിന്റെ സംശയം ഒരു വിധത്തിൽ പറഞ്ഞാൽ അല്പം ബാലിശവും വളരെ ലളിതവുമായിട്ട് പ്രത്യക്ഷപ്പെടുന്നു. പത്രോസ് യേശുവിനോട് ചോദിച്ചത്, ഈ പറഞ്ഞ കാര്യങ്ങള് ഞങ്ങളെ ഉദ്ദേശിച്ചാണോ അതോ മറ്റു ജനങ്ങളെയും കൂടി ഉദ്ദേശിച്ചുള്ളതാണോ എന്നാണ് പത്രോസിന് അറിയേണ്ടത്. അതൊരു ഉത്തരമെന്ന നിലയിൽ യേശു ഒരു കഥ പറയുകയാണ്. യേശു പറയുന്നു, ഒരിക്കൽ ധനാഢ്യനായ ഒരു വീട്ടുടമസ്ഥൻ തന്റേതായിട്ടുള്ള കാര്യങ്ങൾ മുറപോലെ നടക്കുന്നതിന് വേണ്ടി തക്കതായിട്ടുള്ള ഭൃത്യന്മാരെ നിയമിക്കുന്നു. ഭൃത്യന്മാർക്ക് ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ എന്തെന്നും അതിനാവശ്യമുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തു കൊടുക്കുന്നു. ഓരോരുത്തരും തങ്ങളുടേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ യഥാവിധി മനസ്സിലാക്കി ആത്മാർത്ഥതയോടും സത്യസന്ധതയോടും കൂടെ അവ നിർവഹിച്ചു കാണുക എന്നുള്ളതാണ് വീട്ടുടമസ്ഥന് ഏറ്റവും സന്തോഷകരമായ അനുഭവം. എന്നാൽ ചില ഭൃത്യന്മാർ അതിനു പകരം തങ്ങളുടേതായിട്ടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുന്നതാതെ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെട്ട് ഒരു തരത്തിൽ അവരുടെ മുമ്പിൽ കേമന്മാരായിട്ട് അഭിനയിക്കുകയും ഒരുതരം താന്തോന്നി തരം ജീവിതം നയിക്കുകയും ചെയ്യുന്നത് വീട്ടുടമസ്ഥൻ കാണാൻ ഇടവരികയാണെങ്കിൽ തീർച്ചയായിട്ടും അയാളെ കഠിനമായി ശിക്ഷിക്കുകയും ഒരുപക്ഷെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാനും ഇടവന്നേക്കാം. എന്നാൽ ഏതൊരുവൻ തന്റേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ ബോധപൂർവം പ്രതിബദ്ധതയോടുകൂടെ നിറവേറ്റുന്നു എന്നത് വീട്ടുടമസ്ഥൻ കാണുകയാണെങ്കിൽ, വീട്ടുടമസ്ഥനെ അതിൽ ബോധ്യം വരികയാണെങ്കിൽ തീർച്ചയായും കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ആ ഭൃത്യനെ ഏൽപ്പിക്കുകയും അവന്റെ ജോലിയിൽ പ്രമോഷൻ തന്നെ നൽകി അവനെ ആദരിക്കുകയും ചെയ്യുകയില്ലേ എന്നാണ് യേശു ചോദിക്കുന്നത്. എന്നിട്ട് തുടർന്ന് പറയുന്നു, കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കപ്പെട്ട വ്യക്തികളിൽ നിന്ന് സ്വാഭാവികമായിട്ടും അവരിൽ നിന്ന് കൂടുതൽ വിശ്വസ്തത വീട്ടുടമസ്ഥൻ പ്രതീക്ഷിക്കും. ശിഷ്യന്മാർക്ക് നൽകുന്ന ആ സന്ദേശം ഇതായിരിക്കാം, മറ്റുള്ളവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നിങ്ങൾ. ശിഷ്യന്മാരെന്ന നിലയ്ക്ക് നിങ്ങൾക്ക് അനവധി അവസരങ്ങൾ മറ്റുള്ളവരെ അപേക്ഷിച്ച് കൂടുതലായിട്ട് ലഭിച്ചു. എന്നെ ശ്രവിക്കുന്നതിനും എന്നെ മനസ്സിലാക്കുന്നതിനും അവസരം ലഭിച്ചു. അതുകൊണ്ട് തന്നെ
നിങ്ങളുടെ ഉത്തരവാദിത്വം വലുതാ. നിങ്ങളെ വലിയ കാര്യങ്ങൾ ഏൽപ്പിക്കാൻ ഇടവന്നിരിക്കുന്ന സ്ഥിതിയാണ്. അതുകൊണ്ട് നിങ്ങളിൽ നിന്ന് കൂടുതൽ വിശ്വസ്തത ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന സന്ദേശമായിരിക്കണം പത്രോസിന്റെ ചോദ്യത്തിന് ഉത്തരമെന്ന നിലയിൽ യേശു ഈ കഥയിൽ കൂടെ നൽകാൻ ശ്രമിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നതിൽ അപാകതയില്ല എന്ന് വേണം കരുതാൻ.